ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒക്കെ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് സേമിയാണ്. ഇതുപോലെയുള്ള നീളത്തിലുള്ള സേമിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിന്ന് ഞാൻ കുറച്ചെടുക്കട്ടെ, ഒരു ഫുള്ളൊന്നും വേണ്ട. ഇതിന്ന് ഞാനൊരു പകുതി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പാനിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടായിട്ട് മുറിച്ചെടുത്തത്. അല്ലെങ്കിൽ മുറിച്ചെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വലിയ പാനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റൗവിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇത് സേമിയ വേവിച്ചെടുത്തിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം കൂടുതലായിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയത്തിൽ പിടിക്കാൻ വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സേമിയ വെന്ത് വരുമ്പോൾ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ മതി സേമിയ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് ഇതുപോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു സ്റ്റെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, സേമിയ ഒന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാതും വേറിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വെള്ളം പോവും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചൂടുള്ള സേമിയത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എത്രയാണോ ചീസ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ഒറിഗാനോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒറിഗാനോൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതില്ലാതെയും കഴിക്കാം കേട്ടോ. ചാറ്റ് മസാലയുടെ ഫ്ലേവർ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ആവശ്യത്തിന് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പം ചൂടോട് കൂടി തന്നെ ഇത് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ സേമിയ വേവിച്ചെടുക്കുക, പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റുക, ചീസ് ഇടുക, പിന്നെ പൊടികളൊക്കെ ഇട്ട് സോസ് ഒഴിച്ചിട്ട് സെർവ് ചെയ്യുക. അത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കുക, അല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കാരണം ഈ ചീസൊക്കെ മെൽറ്റായി കഴിയുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഏതിലാണെങ്കിലും നമുക്ക് ചീസ് തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്